ഹരേ രാമ 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 ഹരേ ഹരേ. ഇന്ന് നമുക്ക് രാമായണത്തിൽ നിന്നൊരു കഥ ആയാലോ? ദശരഥ മഹാരാജാവിന് കിട്ടിയ ഒരു ശാപത്തിൻ്റെ കഥ നമുക്ക് നോക്കാം. അയോധ്യയിലെ മഹാരാജാവായിരുന്ന ദശരഥൻ ഒരിക്കൽ കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടാനായി പോയി. പകൽ മുഴുവൻ പരിശ്രമിച്ചിട്ടും വീരനായ അദ്ദേഹത്തിന് ഒരു ചെറു മൃഗത്തെ പോലും കിട്ടിയില്ല. സന്ധ്യ ആയതോടെ അദ്ദേഹം കാട്ടിൻ്റെ അങ്ങേയറ്റം വരെ എത്തി. ആ സമയം കുറച്ച് ദൂരെ നിന്ന് ഒരു ആന വെള്ളം കുടിക്കുന്നത് പോലത്തെ ഒരു ശബ്ദം രാജാവ് കേട്ടു. അവിടെ ഒരു സരസ്സുണ്ടെന്ന് ഊഹിച്ച് ശബ്ദവേദി എന്ന് സ്വയം അഭിമാനിക്കുന്ന അദ്ദേഹം കേട്ട സ്ഥലം ലക്ഷ്യമാക്കി ഒരു അമ്പെയ്തു. അപ്പോൾ അയ്യോ അയ്യോ എന്നെ കൊല്ലുന്നേ എന്നൊരു അലർച്ചയാണ് രാജാവ് കേട്ടത്. പരിഭ്രമിച്ചു പോയ രാജാവ് ഉടൻ തന്നെ ഓടി സരസിനടുത്തേക്കെത്തി. സരസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ കരയിൽ ഒരു യുവാവ് അമ്പേറ്റ് വീണ് കിടക്കുന്നതും വെള്ളം നിറഞ്ഞൊരു കുടം യുവാവിൻ്റെ അടുത്തിരിക്കുന്നതും ദശരഥൻ കണ്ടു. കുടത്തിൽ വെള്ളം നിറയുമ്പോഴുള്ള ശബ്ദമാണ് താൻ കേട്ടതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം വേഗം ചെന്ന് യുവാവിനെ താങ്ങി മടിയിൽ കിടത്തി. അങ്ങാണോ എന്നെ അമ്പെയ്തത്? എന്തിനായിരുന്നു അത്? അങ്ങയോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? യുവാവ് ദശരഥനോട് ചോദിച്ചു. ദശരഥൻ ചോദിച്ചു, അങ്ങ് ആരാണ്? ആന വെള്ളം കുടിക്കുകയാണെന്ന് കരുതിയാണ് ഞാൻ അമ്പയച്ചത്. അങ്ങനോട് ക്ഷമിക്കണം. യുവാവ് പറഞ്ഞു, ഞാനൊരു വൈശ്യനാണ്. വൃദ്ധരും അന്ധരുമായ എൻ്റെ അച്ഛനമ്മമാരെ കാവുകൊട്ടകളിൽ ഇരുത്തി ചുമലിൽ തൂക്കി തീർത്ഥയാത്രയ്ക്ക് കൊണ്ടുപോകുകയായിരുന്നു ഞാൻ. യാത്ര ചെയ്ത് തളർന്നപ്പോൾ അച്ഛനമ്മമാരെ ഒരു മരച്ചൂട്ടിലിരുത്തി അവരുടെ ദാഹം മാറ്റാൻ വെള്ളമെടുക്കാൻ വേണ്ടിയായിരുന്നു ഞാനിവിടെ വന്നത്. പക്ഷേ കഷ്ടം, അങ്ങ് എന്നെ കൊന്നുകളഞ്ഞല്ലോ. എൻ്റെ അച്ഛനമ്മമാർക്ക് ഇനി ആരാണ് തുണ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് അവരെ ചെന്ന് കണ്ട് സാവധാനത്തിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. വൈശ്യകുമാരൻ്റെ മരണശേഷം ദശരഥൻ വെള്ളം നിറച്ച കുടവുമെടുത്ത് വൃദ്ധ ദമ്പതിമാർ വിശ്രമിക്കുന്ന മരച്ചൂട്ടിലേക്ക് ചെന്നു. തങ്ങളുടെ മകനാകും വരുന്നതെന്ന് വിചാരിച്ചതെങ്കിലും പിന്നീട് രാജാവ് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അവർ വാവിട്ടു കരഞ്ഞു. മകനെ ചിതയിലെടുത്തു വെച്ച് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ സഹായിക്കണമെന്നും അതിനുശേഷം തങ്ങൾക്ക് ചാടിച്ചാകാൻ ചിതയൊരുക്കി തരണമെന്നും അവർ രാജാവിനോട് അപേക്ഷിച്ചു. രാജാവ് അതനുസരിച്ച് ചിത കൂട്ടി. ചിതയിൽ ചാടും മുമ്പ് അവർ രാജാവിനെ ശപിച്ചു. തങ്ങൾ പുത്രദുഃഖം കൊണ്ട് മരിക്കാൻ ഇടയായത് അങ്ങ് നിമിത്തമാണ്. അങ്ങും പുത്രദുഃഖം അനുഭവിച്ച് മരിക്കാൻ ഇടവരട്ടെ എന്നു പറഞ്ഞുകൊണ്ട് അവർ ചിതയിലേക്ക് ചാടി. പുത്രന്മാരില്ലാതിരുന്ന ദശരഥന് പുത്രദുഃഖം അനുഭവിക്കണമെങ്കിൽ പുത്രന്മാരുണ്ടാവണമല്ലോ എന്നും പുത്രമുഖം കണ്ടതിന് ശേഷം മരിക്കുന്നത് ഭാഗ്യമാണെന്നും വിചാരിച്ച് കുറ്റബോധത്തിലും തെല്ലൊന്ന് സന്തോഷിച്ച് കാട്ടിൽ നിന്നും ദശരഥൻ മടങ്ങി. പിന്നീട് ശ്രീരാമൻ കാട്ടിലേക്ക് പോയ ദുഃഖം സഹിക്കാതെയാണ് പുണ്യനിധിയായ ദശരഥൻ മരിച്ചത്. ഈ കഥ മരിക്കും മുമ്പ് ദശരഥൻ കൗസല്യയോടെ പറയുകയാണ് ഉണ്ടായത്. എത്ര മഹാനും പുണ്യവാനാണെങ്കിലും അവനവൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കാതെ തരമില്ല. അറിയാതെ ചെയ്തു പോയതാണെങ്കിലും പാപം പാപം തന്നെയാണ്. തീയിൽ ചവിട്ടുന്നതറിയാതെയാണെങ്കിലും കാൽ പൊള്ളാതിരിക്കില്ലല്ലോ. അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കും അറിവുകൾക്കുമായി ഈ ചാനൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.